ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന്റെ 91 ദിവസത്തിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് ഫുഡും കഴിച്ച് വരക്കാൻ ഇറങ്ങി. പാലറ്റിലെ പെയിന്റ് എല്ലാം ഉണങ്ങി പിടിച്ചിരിപ്പാണ്. പക്ഷേ സ്മൂത്ത് ആയിട്ട് തന്നെ ഇളകി വരുന്നുണ്ട്. അത് മാറ്റിയിട്ട് പുതിയ പെയിന്റ് എടുത്ത് വര തുടങ്ങി. ഇവനാണ് പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. അഡൾട്ട് മെയിലിന് തൂവെള്ള നിറവും നീളം വാലും ഉണ്ടായിരിക്കും. ഫീമെയിലാണെങ്കിൽ ബ്രൗൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ്. വാലിനാണെങ്കിൽ നീളം ഉണ്ടാവില്ല. ഇതിനെ കാണുമ്പോൾ ബുൾബുളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് വേറെ ഇത് വേറെ. ഇവരെ പറ്റി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇവന്മാർ സുലഭമായി കാണുന്നുണ്ടെങ്കിലും ഇവന്മാർ വരത്തന്മാരാണ്. കേരളത്തിൽ അങ്ങനെ അവന്മാർ കൂടും വെക്കാറില്ല. മെയിനായിട്ട് മഹാരാഷ്ട്ര ഭാഗങ്ങളിലൊക്കെയാണ് ഇവന്മാർ കൂട് കാണപ്പെടുന്നത്. ഓക്കേ, പെയിന്റ് അടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് കഴുകി വിരിച്ചു. ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് ഇതിന്റെ മുകളിൽ കൂടി നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നിക്കർ പറഞ്ഞ താഴത്തും പോയി. ഇവിടെ ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടോ? വഴികുലുക്കി, വാലുകുലുക്കി എന്ന പേരിലാണ് ഇവൻ പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇവരുടെ ഒരു വാക്ടൈൽ എന്നാണ്. ചൂട് കാരണം പെയിന്റ് എല്ലാം കട്ടപിടിച്ച് റബ്ബർ ഷീറ്റ് പോലെയായി. അത് വളക്കി കഴിഞ്ഞിട്ട് പെയിന്റ് എല്ലാം വെള്ളമൊഴിച്ച് ലൂസാക്കി വെച്ചു. കിളിയുടെ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ താഴത്തേക്കുള്ള വൈറ്റ് കളറും മാറ്റാൻ പ്ലാൻ തുടങ്ങി. ഇത് കുറച്ച് അധികം സ്ഥലമുണ്ട്. അതുകൊണ്ട് റോളർ വെച്ചാണ് അടിക്കുന്നത്. ബ്രഷ് വെച്ചടിക്കാനൊന്നും ഇന്നെങ്കിലും തീരില്ല. അങ്ങനെ ആദ്യത്തെ കുറച്ച് പോർഷൻ അടിച്ചിട്ട് നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല. മുകളിലത്തെ പോലെ തന്നെ തോന്നുന്നുണ്ട്. ഉച്ചയായപ്പോൾ പോയി ലഞ്ചും കഴിച്ച് വിറ്റാമിൻ ഡി കലക്കി വെള്ളം കുടിച്ച് 3 മണിയായപ്പോൾ തിരിച്ചെത്തി. പെയിന്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ മാഷ ഐസ്ക്രീമും കൊണ്ടുവന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് നോക്കുമ്പോഴാണ് തേനീച്ച വന്ന് പെയിന്റിലിരിക്കുന്നത്. അങ്ങനെ വീണ്ടും പെയിന്റ് അടി തുടങ്ങി ഏകദേശം 5 മണിയാകാറായപ്പോൾ ഫുള്ള് പച്ച ഫിനിഷായി. ഹരിതാപം. ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി ഒന്ന് ടൗണിൽ പോകണം. അണ്ണൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റണില്ല. വഴിയൊക്കെ അടിപൊളി. മരങ്ങളും കാറ്റും റോഡും അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മഴക്കാറും. മിക്കവാറും ഇന്ന് മഴ പെയ്യും. കാട്ടിക്കുളത്തെത്തിയിട്ട് നമ്മുടെ ചെറിയ ബ്രഷ് വാങ്ങാൻ നടപ്പാണ്. 3-4 കടയിൽ കയറി ഇറങ്ങിയിട്ട് എവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ 5ാമത്തെ കടയിൽ നിന്ന് സാധനം കിട്ടി. സമാധാനമായി. പിന്നെ ഫുഡും കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. പെയിന്റ് എല്ലാം അവിടെ തന്നെ ഇരിക്കുകയാണ്. 2-3 തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മാഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. മാഷ് അതെടുത്ത് അകത്ത് വെച്ചേക്കാന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ പതിയെ ഐബിയിലേക്ക് പോയി. മഴ പെയ്ത കാരണം റോട്ടിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. ദേ പോണു മാൻ. ഇവിടെ ഏകദേശം പുൽമേടായതുകൊണ്ട് മിക്കവാറും സമയങ്ങളിലും മാൻ ഉണ്ടാവും. പിന്നെ ഇതുപോലുള്ള തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നതാണ് മാനിന്റെ ജീവനം നല്ലത്. അങ്ങനെ നമ്മൾ ഐബിയിലെത്തി. ഇവിടെയാണെങ്കിൽ കറണ്ടും പോയിട്ടുണ്ട്. നമ്മുടെ പാറക്കൽ ക്യാമറ തന്നെ ഇരിപ്പുണ്ട്. ഇത് അവന്റെ സ്ഥിര സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അധികം നേരം ടോർച്ചടിച്ച് ഉറപ്പിക്കാൻ നിന്നില്ല. ചക്കയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. ഇതിടാൻ വേണ്ടി കണ്ണൻ എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റില്ല. ദേ ഇതാണ് കണ്ണൻ. ഓക്കേ, കുറെ നേരം ശ്രീത്തേട്ടനോട് സംസാരിച്ചിരുന്നു. ഫോണിലും കളിച്ച് രാത്രി സ്ക്രിപ്റ്റ് എഴുതി കിടന്നുറങ്ങി. ബാക്കി നാളെ. അപ്പോൾ ബൈ.